ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന അങ്ങ് പോയ സമയത്ത് രോഹി അലീനയെ വിളിച്ചു. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അലീന അടുത്തേക്ക് എന്നു കേട്ടോ. ഭയങ്കര പേടിയോടുകൂടിയാണ് രോഹി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നുമില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അലീന അങ്ങ് പോയി. അതെ, എൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഇതിൽ ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇതിൽ നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ഇല്ലേ ഉണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ നോക്കുക. ആ സമയത്ത് രോഹിത് ഇങ്ങനെ നമ്മുടെ അലീനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പാവത്തിനൊന്നും മനസ്സിലാകുന്നില്ല ഉള്ളിലിപ്പോൾ എന്താണെന്ന്. അപ്പോൾ അലീനെ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു അലീന. അല്ല, അത് പിന്നെ എനിക്കേ ചില കാര്യങ്ങൾ അലീനയോട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അലീന ഇങ്ങനെ നോക്കുക. അത് പറയുമ്പോൾ അലീന വേറൊരു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ആക്കുക. അപ്പോൾ രോഹിത്തിന് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ, മടിക്കണ്ടല്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ രോഹിത്തിൽ നിന്ന് വെട്ടി വേർത്തുകൊണ്ട് നിൽക്കുക. എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണല്ലോ എന്നും അലീന ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ റൂം ക്ലീൻ ചെയ്യണോ, അത് വല്ലതും ആണോ എന്നൊക്കെ ചോദിച്ചു. രോഹിത് ഒന്നും മിണ്ടുന്നില്ല. ഡ്രസ്സ് വല്ലതും അയൺ ചെയ്യാനുണ്ടോ, എന്താണെങ്കിലും പറഞ്ഞോ. കോഫിയോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും വേണോ, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അപ്പം തന്നെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു അലീന. അപ്പോഴേക്ക് രോഹിത്തിന് ഭയങ്കര പേടി, ഭയങ്കര വെപ്രാളം, ഭയങ്കര ടെൻഷൻ, വേർക്കൽ. അപ്പോൾ ഫുഡ് ഏതാ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ എന്നും അലീന ഇങ്ങനെ രോഹിത്തിനോട് പറയുമ്പം രോഹിത്ത് ഇങ്ങനെ ഭയങ്കര ഒരു എന്തോ പോലെ നിൽക്കുക. ഇപ്പം എന്താ വേണ്ടേന്ന് ചോദിച്ചു. അല്ല, അതൊന്നുമല്ല. പിന്നെന്താ? പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ ജീൻസിൻ്റെയും ഷർട്ടിൻ്റെയും ഒക്കെ പോക്കറ്റ് ഒന്ന് നോക്കിക്കൊള്ളണം. ചിലപ്പോൾ പൈസ കാർഡ് എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞു. അതെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാറ്. അങ്ങനെ എന്തെങ്കിലും കൈ കിട്ടിയാൽ ഞാൻ ഏൽപ്പിച്ചേക്കാട്ടോ. അത് മതിയെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അലീന അങ്ങ് പോകുമ്പോഴത്തേക്കും രോഹിത് ഒരു ദീർഘശ്വാസമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര വിഷമമായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹരിയെ ചെന്ന് കണ്ട് ഈ വിവരങ്ങളെല്ലാം പറയുക. ചുമ്മാതല്ല, നിനക്ക് ഒരെണ്ണം പോലെ സെറ്റാവാത്തതല്ലേടാ, യൂസ്ലെസ് എന്നും പറഞ്ഞ് ഹരി ഇരിക്കുന്നു. വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നതേ അവളാ, ഒരു പരാതിയും പറയില്ല അവള്. പിന്നെ ഓരോരുത്തരുടെയും ആവശ്യം അറിഞ്ഞ് പെരുമാറാനൊക്കെ അറിയാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണോ അതെല്ലാം ഉണ്ടാക്കി തരും, ഡ്രസ്സൊക്കെ അലക്കി തേച്ച് തരും, ഷൂ പോളിഷ് ചെയ്ത് തരും. അങ്ങനെ എന്തിനും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ്. സ്വന്തം അനിയനെ പോലെ എന്നോടെന്ന് രോഹിത് പറഞ്ഞു. അങ്ങനെ ഒരാളോട് എങ്ങനെയാടാ മിസ്ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൻ്റെ ഒരു ഫിലോസഫി. എടാ, അവൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് നിനക്കറിയില്ലേന്ന് ചോദിച്ചു. നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാടാ. അതെന്താടാ നീ മനസ്സിലാക്കാത്തതെന്ന് ഹരി ചോദിക്കുവാണ് രോഹിത്തിനോട്. നീ പറഞ്ഞ സിമ്പതി ട്രാക്കും ഞാൻ പരീക്ഷിച്ച് നോക്കി. ഒരു ദിവസം മുറി അടിച്ചു വരാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചെയ്യണമെന്നില്ല, ബാക്കി ജോലികളൊക്കെ ചെയ്ത് ക്ഷീണിച്ചതല്ലേ, വിശ്രമിച്ചോളാനൊക്കെ. നേരെ അവളെന്താ പറഞ്ഞേ? അപ്പം മുറി പൊടിയൊക്കെ പിടിച്ച് വൃത്തികേടായി കിടന്നാൽ അവല അസുഖവും വരുമെന്നും പറഞ്ഞ് മുറി മുഴുവനും ഇരുന്ന് ക്ലീൻ ചെയ്തിട്ട് അവൾ പോയതെന്ന് പറഞ്ഞു. അപ്പം മരമണ്ടനല്ലേടാ നീ? അവൾക്ക് നിന്നോടൊരു പൊടി പ്രേമം തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവല്ലേടാ അതെന്ന് ചോദിക്കുക. പിന്നെ നിനക്ക് അസുഖം വന്ന അവൾക്ക് എന്നാടാ? അവൾ വെറും വേലക്കാരി മാത്രമല്ലേ? അപ്പോൾ നിനക്ക് അസുഖമൊന്നും വരാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നല്ലേ അവളുടെ മോഹം? അതെന്തുകൊണ്ടാടാ? അതെന്താ നീ മനസ്സിലാക്കാത്തെ? മൊരപ്പൊട്ടൻ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാടാ. ഇവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ നീ വിലക്കിയിട്ടും അവൾ തൂത്ത് തുടച്ച് അത്ര നേരം അവിടെ നിന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? നിന്നെ കാണാനും നിന്റെ പ്രസൻസ് അനുഭവിക്കാനും വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് ഹരി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേട്ടപ്പോൾ രോഹിത് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. രോഹിത്തിന് അങ്ങനെ ഒരു മനസ്സ് തോന്നുന്നില്ല. ഇവനാണെങ്കിലും രോഹിത്തിനെ പറഞ്ഞു വഴി തെറ്റിച്ചോണ്ടേ ഇരിക്കുക. നിനക്കത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാണ്ടായിപ്പോയി. കഷ്ടം. പോർ ബോയ് എന്നും പറഞ്ഞ് ഹരി അവിടെ നിന്ന് ഇങ്ങനെ പറയാം. ഞാനൊരു ദിവസം അങ്ങോട്ടേക്ക് വരാം, നിൻ്റെ സ്റ്റാർട്ടിങ് ടബിളും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി തരാമെന്നും പറഞ്ഞു. എന്നാലും രോഹിത്തിന് എന്തോ ഒരു വിഷമം പോലെ. വിശക്കുന്നവൻ്റെ മുന്നിൽ സദ്യ വിളമ്പി വെക്കുമ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കത്തില്ലെന്നാ. പിന്നെ ഒരു പിടി കഞ്ഞി പോലും കിട്ടിയില്ലെന്ന് വരും. ഇതിപ്പോൾ സദ്യ വിളമ്പി വെച്ചിരിക്കാം, ഒന്ന് തൊട്ട് നോക്കാൻ പോലും നിനക്ക് പറ്റുന്നില്ല. എന്താടാ ഇതെന്ന് രോഹിത്തിനോട് ഇങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണജി ഇങ്ങനെ സ്കൂൾ വിട്ട് വന്ന് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. മോളെ യൂണിഫോം മാറ്റണ്ടേ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോക്ക്? അപ്പോൾ എനിക്ക് വയ്യ, കോൾഡും തലവേദനയൊക്കെ ഉണ്ടെന്ന് കൃഷ്ണജ പറയുക. അന്നേരം അലീനയ്ക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. അലീന ചെന്ന് തൊട്ട് നോക്കി. അപ്പം ചൂടുണ്ടല്ലോ എന്ന് പറയും. ഇത് കണ്ടോണ്ടാ ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബബിത ഇത് നോക്കി നിൽക്കുക. അപ്പം ഞാൻ ചുക്ക് കാപ്പി ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചു. തരാമെന്ന് പറഞ്ഞു. ബബിതയാണ് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ബബിതയെ കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് പനിയുണ്ടെന്ന് പറഞ്ഞു. അതിന് ഞാനെന്ത് വേണമെന്നും ചോദിച്ചുകൊണ്ട് ബബിത
അലീനയോട് ചൂടായി. അത്രയും പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലും അവൾക്ക് ഇടയ്ക്കിടയ്ക്കുള്ളതാ ഒരുമാതിരി കള്ളപ്പനിയെന്നും പറഞ്ഞ് ബബിത അകത്തേക്ക് കയറിപ്പോയി. ബബിത അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഇത് പനിച്ചു വിറച്ച് കുളിരായിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പം മോൾ ഇവിടെ തന്നെ കിടന്നോട്ടോ, ഞാൻ ചുക്കാപ്പി ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞാൽ അലീന ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വന്ന് കൊച്ചിന് കൊടുത്തു. അത് കുടിച്ച് കുറച്ചായപ്പോഴത്തേക്കും ഒന്ന് ഓക്കെ ആയി. അതിനുശേഷം തലയിൽ ബാമൊക്കെ പുരട്ടി കൊടുത്തു, നെറ്റിയിലും ഒക്കെ ബാമൊക്കെ പുരട്ടി കൊടുത്തു, അതിന് മരുന്നൊക്കെ കൊടുത്തു. അതിനെ അവിടെ വീണ്ടും കിടത്തി. അങ്ങനെ അതവിടെ കിടക്കുവാണ്. പറഞ്ഞ് നമ്മുടെ അതിനകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ആരും കാണാതെ ഈ ഹരി വീടിനകത്തേക്ക് ചെന്ന് കയറി വന്നിട്ട് പാത്തും പതുങ്ങിയും പമ്മി അലീനയെ ലക്ഷ്യം വെച്ച് ചെല്ലും. അലീന അന്നേരം അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഇവൻ അടുക്കളയിലേക്ക് ചെന്ന് കയറുന്നത്. ആ സമയത്ത് പുറകിൽ നിന്ന് ചെന്ന് അലീന ഇവനങ്ങ് കയറി പിടിച്ചു. അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ അലീന ഇങ്ങനെ നോക്കി. അയ്യോ നീ ഇവിടെ ഉണ്ടെന്ന് ഒരു സർപ്രൈസ്, അവൻ്റെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ് നിൽക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമാണ് കേട്ടോ എന്ന് അലീന പറഞ്ഞു. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. ഹരി അന്നേരം അലീന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അലീന അന്നേരം നിലത്ത് വീണ പാത്രം എടുത്ത് അതവിടെ വെക്കുന്നു. ഇവനാണെങ്കിൽ അലീനയുടെ പുറകിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മൊബൈൽ എടുത്തിട്ട് അലീനയ്ക്ക് കൊടുത്തു. എന്നിട്ട് അലീനയ്ക്കൊരു ഗിഫ്റ്റാണെന്നും പറഞ്ഞ് അങ്ങ് കൊടുക്കുക. അപ്പോൾ അലീന പറഞ്ഞു എനിക്കതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, എന്താണെങ്കിലും എനിക്ക് വേണ്ട എന്ന് അലീന പറയുന്നു. എന്നിട്ട് അലീന അങ്ങ് പോകുമ്പോഴത്തേക്ക് ഇവ അലീനയുടെ കയ്യിൽ അങ്ങ് കയറി പിടിച്ചു. ഇവിടെ നോക്കടി എന്നും പറഞ്ഞു. എന്നിട്ട് കയ്യിൽ കയറി ഇങ്ങനെ പിടിച്ചിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അവൻ്റെ കയ്യിലിരുന്നൊരു മോതിരം, ആ മോതിരം എടുത്തിട്ട് ഗോൾഡാ ഇത്, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. 1/2 പവനാണെന്നും പറഞ്ഞ് പറയുമ്പം ഇതൊക്കെ എന്നെ എന്തിനാ നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഇത് നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ ഓ അപ്പം കരുതിക്കൂട്ടി വന്നതാണല്ലേ എന്ന് ചോദിച്ചു. അതെ, പക്ഷെ ഇപ്പം ഞാനിത് തരില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നേ. അപ്പോൾ ഞാനിത് നിന്റെ വിരലിലിട്ട് തരാം. രാത്രിയും വേണ്ട പകലും വേണ്ട, ഇറങ്ങി പോകാവോ അടുക്കളയിൽ നിന്ന്. അപ്പം എടി ഇതിൻ്റെ വില എന്താണെന്ന് നിനക്കറിയാവോ? ഞാനിത് നിനക്ക് വേണ്ടിയെന്ന് പറയുമ്പോൾ പ്ലീസ് ഉപദ്രവിക്കരുതെന്ന് അലീന ഇവനോട് പറഞ്ഞു. ജീവിച്ചു പൊയ്ക്കോട്ടെ, അപേക്ഷയാണെന്ന് പറയുമ്പോൾ നിനക്ക് എന്താടി ഇതിനൊരു വിലയില്ലേന്ന് ചോദിക്കുമ്പം അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നിനക്ക് എന്താടാ? ഇതിനൊരു വിലയും ഇല്ലേ? ഇതൊരാണല്ലേടാ? കൈതയ്ക്കാൽ മാളിയ വീട്ടിൽ ജനിച്ചതല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് അലീന തിരിഞ്ഞു നിന്ന് ഇവനോടങ്ങ് ചോദിച്ചു. ഇവൻ നാറിപ്പോയി കേട്ടോ. ഇമ്പ്രസ് ചെയ്യാൻ വന്നതാ. പാലും വെള്ളത്തിൽ അലീന കൊടുത്തു വിട്ടവന്. ഇവൻ അന്നേരത്തിന് അതെല്ലാം ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞെരുക്കി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീന ഭയങ്കര കലിപ്പിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൃഷ്ണ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ ഹരി ചെല്ലുന്നത്. ഹലോ, എന്താ മോളെ, ഞെട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹരിയേട്ടനിപ്പോൾ എപ്പോൾ ലാൻഡ് ചെയ്തു എന്ന് ചോദിച്ചു. ലാൻഡ് ചെയ്തില്ല, ചെയ്യുന്നേ ഉള്ളൂ എന്ന് ഹരി പറയാം. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി. വാട്ട് ആർ യു ഡൂയിങ് മിസ് കൃഷ്ണജമൻ? അപ്പോൾ ഡൂയിങ് സം ഹോംവർക്ക്സ് എന്ന് ക്യാൻ യു ഹെൽപ്പ് മീ മിസ്റ്റർ ഹരിശങ്കർ IPS എന്നൊക്കെ ചോദിക്കുമ്പോൾ അടിപൊളി നോക്കട്ടെ എന്നും പറഞ്ഞ് ഇവൻ എന്നിട്ട് ആ കൃഷ്ണജയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് അതിനോട് സംസാരിക്കാം. അപ്പോൾ നിനക്ക് ഇന്ന് ക്ലാസ്സിലായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അവധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോന്നൊക്കെ അടി പറയുന്നേ? അപ്പം നിനക്ക് മാത്രമായിട്ട് അവധിയോ? നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടി ഇന്ന് പുഴയിൽ മുങ്ങി മരിച്ചെന്ന കാലം പറഞ്ഞു. സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് സ്കൂൾ അവധിയാണെന്ന്. അപ്പോഴേ ഞാനിങ്ങ് തിരിച്ചു പോകുന്നു എന്ന് കൊച്ചു പറയാം. ഹരിയേട്ടൻ എന്താ കോളേജിൽ പോവാത്തതെന്ന് ചോദിക്കുമ്പം ഞാനിന്ന് കട്ട് ചെയ്തു, ഭയങ്കര ബോറാന്നേ എന്നൊക്കെ പറഞ്ഞ് ചെന്നിരിക്കുക. അപ്പോൾ പഠിക്കുക പാസ്സാവുമെന്ന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അങ്ങ് നടന്നോളും, അതിനൊന്നും ക്ലാസ്സിൽ പോയി അടയിരിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ഇതിൻ്റെ തോളത്തും കൈ വെച്ച് ഇവൻ ഇങ്ങനെ അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നല്ല മണം വരുന്നുണ്ടല്ലോ, ഹരിയേട്ടൻ ഏത് പെർഫ്യൂമ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. കുറേ ഉണ്ട്, അച്ഛൻ ദുബായിൽ നിന്ന് വരുമ്പോൾ കുറേ കൊണ്ടുവരുന്നതാ, ഞാൻ ഏതെങ്കിലും എടുത്ത് അടിക്കുമെന്ന് ഇവൻ ഇങ്ങനെ കൊച്ചിനോട് പറഞ്ഞു. നീ ഇന്ന് കുറച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കാതെ ഹരിയേട്ടാന്ന് പറഞ്ഞു. ഞാനായി വീട്ടിൽ ഏറ്റവും ഭംഗിയില്ലാത്തത്, കളറും ഇല്ല, ഷുഗറും ഇല്ല, ഗ്ലാമറും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പം ആര് പറഞ്ഞു? കൃഷ്ണക്കുട്ടിയാണ് ഈ വീട്ടിലെ ഏറ്റവും ക്യൂട്ടെന്നും പറഞ്ഞു ഇവൻ കൊച്ചിനെ തോളിലൊക്കെ കൈയൊക്കെ പിടിച്ച് എന്നോട് ഭയങ്കരമായിട്ട് ഇതിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ നോക്കുക. അപ്പോൾ യു ആർ സോ സ്വീറ്റ്, യു ആർ സ്മാർട്ട്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക കേട്ടോ. എടി ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ പൊളിയല്ലേ, എന്നെ ലുക്കാ കാണാനെന്ന് അറിയാം, മനുവിനേക്കാളും സ്മാർട്ടാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതിൻ്റെ താടിയിലൊക്കെ പിടിച്ച് അതിനെ ഭയങ്കര കൊഞ്ചിക്കൽ. അപ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന വന്നപ്പോൾ ഇവനെ കണ്ടില്ല. അലീന എന്നിട്ട് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ മുറിയിൽ ഇവൻ ഇങ്ങനെ കൊച്ചിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ തലോടി കൊച്ചിൻ്റെ തോളത്തൊക്കെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കൃഷ്ണമോളെ എന്നും പറഞ്ഞ് അലീനെ വിളിച്ചു കേട്ടോ. ഇവൻ ഞെട്ടിപ്പോയി. ആ കൊച്ചിൻ്റെ അടുത്ത് ഓനുവൻ്റെ തോന്നിവാസം കാണിക്കാൻ ചെന്നതാ. മോളിങ് വാ, കോഫിയും ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ കോഫി ആണെന്ന് ചോദിക്കുമ്പം അത് തന്നെ
വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൃഷ്ണ എഴുന്നേറ്റ് പോവാം, ഞാൻ പോയി കാപ്പി പിടിച്ചിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞു കൊച്ചെഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. കൊച്ചെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം അലീന ഇവനെ ഒരു നോട്ടം നോക്കി. അലീനയ്ക്ക് കൃത്യമായി മനസ്സിലായി ഇവൻ്റെ തനിനിറം എന്താണെന്നുള്ളത്. അങ്ങനെ അവൻ അന്നേരത്തേക്കും അവിടെ ഇരുന്ന മേശയിലേക്ക് 2 ഇടിയും ഇടിച്ച് അവനങ്ങ് എഴുന്നേറ്റ് പോകും കേട്ടോ, അലീനയോടുള്ള കലിപ്പ് കാരണം. ആ സമയത്ത് അലീന കൊച്ചിൻ്റെ അടുത്തേക്ക് പോയി. ഇവൻ ഭയങ്കര കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം കൃഷ്ണജ അവിടെ പോയിരുന്ന ചായ പിടിച്ചിട്ട് നല്ല കാപ്പി കേട്ടോ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് അലീന ഇങ്ങനെ കൃഷ്ണജയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് ചേച്ചി ഉണ്ടാക്കുന്ന കാപ്പി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത്രയും നല്ല കാപ്പി ഞാൻ കുടിച്ചിട്ടില്ലെന്നൊക്കെ കൃഷ്ണ പറഞ്ഞു. ആ സമയത്ത് ഇതെൻ്റെ അനുജത്തിക്ക് വേണ്ടി സ്നേഹം കുറുക്കി ഉണ്ടാക്കിയ കാപ്പിയാണെന്ന് അലീന പറയുവാണ്. അപ്പോൾ എനിക്ക് അലീന ചേച്ചിയെ പോലെ ഒരു ചേച്ചി വേണമായിരുന്നു എന്ന് കൃഷ്ണ അന്നേരം അലീനയോട് പറയുക. അത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണങ്ങ് നിറഞ്ഞു. ഭയങ്കര സങ്കടമായിട്ടോ അവൾ കുശുമ്പിയാ ബബിത, അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അങ്ങനെയൊന്നും ഇല്ല നിമോൾ, അങ്ങനെയൊന്നും പറയണ്ട, കുസൃതി ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പം അമ്മയുടെ അതേ സ്വഭാവമാണ്, എനിക്ക് അച്ഛൻ്റെ സ്വഭാവമാണെന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ ഇരുന്ന് അലീനയോട് പറയുമ്പോൾ അലീന ഇങ്ങനെ തലയിലൊക്കെ തലോടി കൊടുത്തിങ്ങനെ ഇരിക്കുന്നു. മോൾക്ക് ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ ബുദ്ധിമുട്ട്? അപ്പോൾ ഹിന്ദി എനിക്ക് പഠിക്കാൻ പാടെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഹിന്ദി അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം അറിയാവോന്ന് ചോദിച്ചാൽ +2 വരെ പഠിച്ചതല്ലേ, അത്രയ്ക്കൊക്കെ അറിയാവെന്ന് പറഞ്ഞു. കാപ്പി കുടിച്ചിട്ട് ബുക്ക് എടുത്തുകൊണ്ട് വന്നാലേ ഞാൻ പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹരി അങ്ങോട്ടേക്ക് വരുന്നത്. ഹരി ഇങ്ങനെ കഴുകാൻ കണ്ണുമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുക. അലീനയെയും ആ കൊച്ചിനെയും ഒക്കെ ഇവൻ്റെ നോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 നോട്ടം കേട്ടോ. അലീന തിരിച്ചു ഇവനെ അതുപോലെ തന്നെ നോക്കുന്നു. ഇവനാണ് ചെവിയും ചൊറിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടങ്ങ് പോയി. ഹരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അലീന. ഇവനെ സൂക്ഷിക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ അലീന എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹരി പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വൈജ കയറി വരുന്നത്. വൈജ കയറി വന്നപ്പോൾ ഇവനെ കണ്ടു. ആഹാ, നീ എപ്പോൾ വന്നു? ഞാൻ ഉച്ചയ്ക്ക് വന്നതാ, നീ വല്ലതും കഴിച്ചോ? ഒരു ചായ പോലും കിട്ടിയില്ല, ആൻറ്റിയുടെ സെർവൻറ്റിന് മാനേഴ്സ് തീരെ ഇല്ല എന്ന് പറഞ്ഞു. അവൾ ഗസ്റ്റ് വന്നാൽ നന്നായിട്ട് നോക്കാറുള്ളതാണല്ലോ, എന്നെ മൈൻഡ് ചെയ്തില്ല എന്നും ഞാൻ ആരാണെന്ന് അവൾക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ എന്നും ഹരി പറയുമ്പോൾ ഞാൻ അവളോട് ചോദിക്കട്ടെ എന്ന് പറയും. ആൻറ്റി ചോദിക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താ ചോദിച്ചാൽ വെറുതെ ഞാൻ കാരണം ഈ ഫാമിലിയിൽ ഒരു വഴക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഈ ഫാമിലിയിൽ ആരാ അവൾ? എൻ്റെ മോളൊന്നും അല്ലല്ലോ, പിന്നെന്താ വഴക്ക് പറഞ്ഞാലും ചോദിക്കുമ്പം അതൊന്നും വേണ്ട ആൻറ്റി, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കാൻ പറഞ്ഞു, ഒരു വാണിങ് കൊടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ വലിയ നല്ലവൻ ചമഞ്ഞിങ്ങനെ പറഞ്ഞു. കൂടുതൽ ചോദിക്കാൻ പോയാൽ ഇനി അവൾ വല്ലതും പറഞ്ഞാലോ എന്നുള്ള പേടിയാ ഹരിക്ക്. എന്തായാലും അത്രയും ഭാര വെച്ച് കൊടുത്തതിൻ്റെ ഒരു സന്തോഷത്തിൽ ഹരി ഇങ്ങനെ സ്വസ്ഥമായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അലീന ഇങ്ങനെ കൃഷ്ണയ്ക്ക് ഹിന്ദി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഹിന്ദി തനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നില്ലെന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ പറയുന്നു. ഹാ ഹി ഹു ഹും ഹാ. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? എന്ത് ഈസിയാ. അപ്പം മനസ്സിരുത്തിയാലേ ഇതും ഈസിയാണെന്നൊക്കെ അലീന കൊച്ചിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പര്യായപദങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതെല്ലാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വൈജ കയറി വരുന്നത്. നീ ഇവിടെ എന്തെടുക്കുവാടി നീ ചോദിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് ചില ഡൗട്ട്സൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു കൃഷ്ണ. എന്താ ഡൗട്ട്? അമ്മ പറഞ്ഞു തരുമോ? ദേ മേ നഹി ഉത്തരോങ്കി ലടുക്കിക്ക് ഈസ് നിർണയപ്പർ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ കുറച്ചങ്ങ് പറയുമ്പം നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം, വീട്ടുവേലക്കാരോടല്ലെന്നും പറഞ്ഞ് വൈജ പറയാം. അപ്പോൾ ഇത് എന്തൊരു സ്വഭാവം അമ്മയെന്ന് കൊച്ചി ചോദിച്ചു. അലീന പേടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അലീനയുടെ അടുത്തേക്ക് ചെന്നു. നിൻ്റെ ജോലി എന്താടിയെന്ന് ചോദിച്ചു. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അമ്മയെ ശുശ്രൂഷിക്കുക, അത്രയ്ക്കൊക്കെയല്ലേ ഉള്ളൂ. എൻ്റെ മോളെ പഠിപ്പിക്കാൻ നീ ആരാടി? ട്യൂഷൻ ടീച്ചറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ ചിരിക്കുക. അവനവൻ്റെ ജോലി അങ്ങ് ചെയ്താൽ മതി കേട്ടോ, വലിയ ആളാവ് നോക്കണ്ട എന്ന് വൈജ. ഒരധ്യാപിക വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അവിടുന്ന് വൈജ അങ്ങ് കയറിപ്പോയി. ഈ അമ്മയ്ക്ക് ഇതെന്നാ എന്ന് കൃഷ്ണ അന്നേരം ചോദിക്കുക വൈജയോട്. അന്നേരം ഇത് കേട്ടു വൈജ തിരിഞ്ഞിങ്ങനെ നിൽക്കുക. ഇത് കുശുമ്പാണോ അസൂയാണോ അതോ കുത്തിത്തിരിപ്പാണോ എന്നും കൃഷ്ണ ചോദിച്ചു. നിർത്തടി, അപ്പം ചേച്ചിക്ക് ഹിന്ദി അറിയാം, ചേച്ചി പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ ചേച്ചി, എവിടുത്തെ ചേച്ചി ആടി എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചി നോക്കടാ എന്നും പറഞ്ഞു വൈജ. നിനക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ട്യൂഷനും എല്ലാം പോയിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ടല്ലേ അലീന ചേച്ചിയുടെ അടുത്ത് യോഗ്യതയുള്ളവരുടെ അടുത്ത് പോകണമെന്നാ പറഞ്ഞതെന്ന് വൈജ വീണ്ടും പറഞ്ഞത് കേട്ട അലീന ഇങ്ങനെ ഒരു വിഷമഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.